എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചിറകുള്ള കൂട്ടുകാർ എന്ന EVSലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നും നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പിന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് പരിചയപ്പെട്ടു. കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ LSS എഴുതുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്ന പക്ഷികളിൽ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ വിരലുകൾ ഇല്ലാത്ത പക്ഷി ഏത്? വെബ്ഡ് ഫീറ്റ് ആണ് ഉദ്ദേശിച്ചത്. താറാവ്, അരയന്നം, പെൻഗ്വിൻ, മരംകൊത്തി. എന്താണ് ചോദിച്ചത്? ചർമ്മബന്ധിതമായ വിരലുകൾ ഇല്ലാത്ത പക്ഷിയാണ്. ചർമ്മബന്ധിതമായ വിരലുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഇത്തരം പക്ഷികളുടെ കാലിന്റെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കും. നമുക്കറിയാം, പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം പക്ഷികൾക്ക്? ഇവിടെ തന്നെ പറയുന്നുണ്ട്, വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ തുഴ പോലെ നീന്താൻ ഇത്തരത്തിലുള്ള കാലുകൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കോഴി, കാക്ക പോലുള്ള പക്ഷികളുടെ കാലുകൊണ്ട് അവയ്ക്ക് തുഴയാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നില്ല. പക്ഷെ ചർമ്മബന്ധിതമാകുമ്പോൾ ഒരു തുഴ പോലെ വെള്ളത്തിൽ നല്ല രീതിയിൽ തുഴഞ്ഞ് സഞ്ചരിക്കാൻ ഈ പക്ഷികൾക്ക് ആകും. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. താറാവിന്റെ അനുകൂലനങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നതാണ് എന്ത്? ചർമ്മബന്ധിതമായ വിരലുകൾ. മറ്റൊന്ന് എന്തായിരുന്നു? എണ്ണമയമുള്ള തൂവലുകൾ, പരന്ന കൊക്ക്. അപ്പൊ ചർമ്മബന്ധിതമായ വിരലുകൾ ആർക്കുണ്ട്? താറാവിനുണ്ട്. അതിന്റെ കാലുകൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അരയന്നവും ഏകദേശം താറാവിന്റെ കൂട്ടത്തിലൊക്കെ പെടുന്നത് പോലുള്ള ഒരു പക്ഷിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ അരയന്നം തടാകങ്ങളിലൊക്കെ നീന്തി കളിക്കുന്നത് നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കാണാറുണ്ട്. അപ്പൊ അരയന്നത്തിന്റെ കാലിന്റെ പ്രത്യേകതയും എന്തു തന്നെയാണ്? ചർമ്മബന്ധിതമായ വിരലുകളുണ്ട്, താറാവിൻ്റെത് പോലെ തന്നെ. അപ്പോൾ അവിടെയും നമുക്ക് ശരിയിടാം. മൂന്നാമത്തത് പെൻഗിന്റെ ഒരുപാട് അനുകൂലനങ്ങൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നായിരുന്നു ചർമ്മബന്ധിതമായ വിരലുകൾ, വെബ്ഡ് ഫീറ്റ്. എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം? ഈ ധ്രുവപ്രദേശങ്ങളിലെ വെള്ളത്തിലുള്ള മത്സ്യങ്ങളെയാണ് പെൻഗിൻ ഭക്ഷണമാക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത് പെൻഗിന്റെ ചിറകുകളുണ്ട് അല്ലെ? അത് കൂടാതെ ചിറകുകൾ എങ്ങനെയാണ്? തുഴ പോലെയുള്ളത്. അതേപോലെ തന്നെ കാലുകൾ എങ്ങനെയാണ്? ചർമ്മബന്ധിതമായിട്ടാണ് ഉള്ളത്. അത് രണ്ടും പെൻഗിനെ വെള്ളത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ചർമ്മബന്ധിതമായ വിരലുകൾ ആർക്കുമുണ്ട്? പെൻഗിനുമുണ്ട്. എന്നാൽ നമ്മുടെ മരംകൊത്തിയുടെ കാര്യം എന്താണ്? അങ്ങനെയാണോ? അല്ല, മരത്തിൽ പിടിച്ചു കയറാൻ പറ്റുന്ന രീതിയിലുള്ള വിരലുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യമുണ്ടായിരുന്നു അല്ലെ മരംകൊത്തിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചർമ്മബന്ധിതമായ വിരലുകൾ ആർക്കില്ല? മരംകൊത്തിക്കില്ല. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ചർമ്മബന്ധിതമായ വിരലുകൾ ഇല്ലാത്ത പക്ഷി ആരാണ്? ആ ഇല്ലാത്ത പക്ഷി മരംകൊത്തിയാണ്. ശരി ഇട്ടു. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ ഓരോ ചോദ്യം കാണുമ്പോഴും ചോദ്യം കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിൽ എഴുതിയിട്ട് അവസാനം നമ്മൾ ഉത്തരങ്ങൾ പരിശോധിച്ച് ശരിയിടണം. തെറ്റാണെങ്കിൽ നമ്മൾ മാറ്റി എഴുതണം. എന്നിട്ട് എത്ര മാർക്കാണ്, എത്ര സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് അവസാനം വീഡിയോയിൽ കമന്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താഴെ പറയുന്നവയിൽ പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? പക്ഷി നിരീക്ഷണത്തിനെ പറ്റി നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. നിരീക്ഷിച്ചിട്ട് നമ്മൾ കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ പക്ഷി നിരീക്ഷണം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? നട്ടുച്ച സമയത്തായിരിക്കുമോ? ഇല്ല. നല്ല കനത്ത മഴയുള്ളപ്പോഴാണോ? അതുമല്ല. പിന്നെ എപ്പോഴാ? രാത്രി 12 മണിക്ക് ശേഷമാണോ? അല്ല. അതിരാവിലെയും വൈകുന്നേരവുമാണ്. രാവിലെ തന്നെ നമ്മൾ പക്ഷികളുടെ ശബ്ദം നല്ലതുപോലെ കേൾക്കാറില്ലേ? അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് പക്ഷികളുടെ ശബ്ദം കേൾക്കാനും അവയെ കാണാനും ഒക്കെ പറ്റും. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? അതിരാവിലെയും വൈകുന്നേരവും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ദേശാടനം പക്ഷികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദേശാടനം പക്ഷികൾ വഴി തെറ്റാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? അപ്പൊ നമ്മളിപ്പോ കുറച്ചൊരു ദൂരത്തേക്ക് പോകുമ്പോൾ പോലും നമുക്ക്
എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗൂഗിൾ മാപ്പ് വേണ്ടി വരും പല സ്ഥലങ്ങളിലും വഴി തെറ്റാതെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പക്ഷികൾക്ക് അത്തരത്തില് ഒരു സൗകര്യം ഉണ്ടോ? ഇല്ല. അവര് ഈ ദേശാടന പക്ഷികളെ പറ്റി നമ്മൾ പഠിച്ചതാണ്. എത്രയോ കിലോമീറ്ററുകളാണ്, ആയിരക്കണക്കിനല്ല അതിലപ്പുറം കിലോമീറ്ററുകള് ഈ ദേശാടന പക്ഷികള് സഞ്ചരിക്കുന്നു. പക്ഷെ അവര് സഞ്ചരിച്ചു കഴിഞ്ഞ് അവരുടെ നാട്ടിലെ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവർ തിരിച്ചു പോകുന്നു വഴി തെറ്റാതെ. എങ്ങനെയാണ് ഇവർ വഴി തെറ്റാതെ ഇത്രയും ദൂരത്തേക്ക് ദേശാടനം നടത്തുന്നത്? അതിന് പ്രകൃതിയിൽ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളെ അവർ ആശ്രയിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം. സൂര്യന്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും, കാരണം സൂര്യൻ എന്താണ്, ഒരു നക്ഷത്രം തന്നെയാണ്. അപ്പൊ സൂര്യന്റെയും, പകല് കാണുന്ന സൂര്യന്റെയും രാത്രിയിൽ മറ്റു നക്ഷത്രങ്ങളുടെയും സ്ഥാനം നോക്കിയിട്ടാണ് പക്ഷികൾ. ഒരു കാര്യം അതാണ്, പക്ഷികൾ വഴിതെറ്റാതെ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ടിക്കറ്റ് വെക്കാം. മറ്റൊന്ന്, ഭൂമിയുടെ കാന്തിക വലയം തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? പക്ഷികൾക്കുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ അങ്ങനെ പഠിക്കാത്തൊരു കാര്യമാണ്. ഈ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ സൂര്യന്റെയും നക്ഷത്രത്തിന്റെയും സ്ഥാനമൊക്കെ പഠിച്ചിരിക്കണം. കാന്തിക വലയത്തിനെ പറ്റി നമ്മൾ അത്ര പഠിക്കാറില്ല. പക്ഷെ ആ ഒരു കാര്യം കൂടിയുണ്ട്, ഭൂമിക്ക് ഒരു കാന്തിക വലയമുണ്ട്, ഒരു കാന്തിക ശക്തിയും ഒരു വലയവും ഒക്കെ ഉണ്ട്. അത് തിരിച്ചറിയാനുള്ള കഴിവ് പക്ഷികൾക്കുണ്ട്. അപ്പൊ അതിനെ ആശ്രയിക്കുന്നു. പിന്നെയോ, പ്രകൃതിയിൽ സ്ഥിരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പർവ്വതങ്ങൾ, നദികൾ, കടൽ തീരം, ഇത്തരത്തിലുള്ള അടയാളങ്ങളും അവ സഞ്ചരിക്കുമ്പോൾ ഓർത്തു വെക്കും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതൊക്കെ ഉള്ള വഴിയിലൂടെയാണ് അവർ തിരിച്ചു പോവുക. അപ്പോൾ നല്ല ഓർമ്മശക്തി, നമ്മളെക്കാളേറെ ഓർമ്മശക്തി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. നമ്മൾ അവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഓക്കെ. 4ാമത്തെ ചോദ്യം, വേഴാമ്പലുകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. 2, വലിയ മരപ്പൊത്തുകളിലാണ് ഇവ കൂടൊരുക്കുന്നത്. 3, ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് അടയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. വേഴാമ്പലുകളെ കുറിച്ചാണ്. വേഴാമ്പലുകൾ പലതരത്തിലുള്ള വേഴാമ്പലുകളുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശരിയായ പ്രസ്താവന, ശരിയിട്ടു. 2ാമത്തത്, ഈ വേഴാമ്പലുകൾ കൂടൊരുക്കുന്നത് വലിയ മരങ്ങളുടെ മുകളിൽ വലിയ പൊത്തുകൾ ഉണ്ടാവും. അത്തരം മരപ്പൊത്തുകളിലാണ് ഇവ കൂടൊരുക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തത്, ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് അടയിരിക്കുന്നത്. അടയിരിക്കുക എന്നാൽ എന്താണ്? പക്ഷികള് അവരുടെ മുട്ട വിരിയുന്നതിനായിട്ട് അടയിരിക്കും, അല്ലെ, മുട്ടയ്ക്ക് മുകളിൽ. അപ്പോൾ ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേഴാമ്പലുകളുടെ കാര്യത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺപക്ഷി തന്റെ ആ മരപ്പൊത്തിനുള്ളിൽ അടയിരിക്കും. ആൺപക്ഷി എന്ത് ചെയ്യും? പുറത്ത് പോയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ ഈ സമയത്ത് ഈ മരപ്പൊത്തിന്റെ പുറത്തേക്കുള്ള ആ വാതിൽ ഭാഗമുണ്ടല്ലോ, ദ്വാരമുണ്ടല്ലോ, അതിന്റെ ഭൂരിഭാഗവും അടച്ചു കളയും. ഈ മണ്ണ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ അടച്ചു കളയും. എന്നിട്ട് പെൺപക്ഷിക്ക് കൊക്ക് പുറത്തേക്ക് ഇടാനുള്ള അത്രയും ഭാഗം മാത്രമേ തുറന്നിട്ടിട്ടുണ്ടാകൂ. അപ്പൊ ഈ ആൺപക്ഷി പുറത്തു പോയിട്ട് പഴങ്ങളൊക്കെ ശേഖരിച്ച് കൊത്തിക്കൊണ്ടുവരും. എന്നിട്ട് ഈ അമ്മപ്പക്ഷിയുടെ വായിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് വേഴാമ്പലുകൾ ഈ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണോ അടയിരിക്കുന്നത്? അല്ല, പെൺപക്ഷി മാത്രമാണ് അടയിരിക്കുന്നത്. ആൺപക്ഷി എന്ത് ചെയ്യും? പെൺപക്ഷിക്കും പിന്നെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ കുഞ്ഞിനുമുള്ള ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ശരിയായ പ്രസ്താവന? 1ഉം 2ഉമാണ്. അപ്പൊ 1ഉം 2ഉം മാത്രം എന്നുള്ള എ ഓപ്ഷനാണ് നമ്മുടെ ശരി ഉത്തരം. 5ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടന പക്ഷികൾ മാത്രം ഉൾപ്പെടുന്ന കൂട്ടം ഏതാണ്? ഇപ്പൊ താഴെ 4 ഓപ്ഷനുകളിൽ 2 വീതം പക്ഷികളുടെ പേരുകൾ അടങ്ങിയ കൂട്ടമാണ് നൽകിയിട്ടുള്ളത്. അതിൽ ദേശാടന പക്ഷികൾ മാത്രം ഉൾപ്പെടുന്ന കൂട്ടമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ദേശാടന പക്ഷികൾ മാത്രം ഉൾപ്പെടുന്ന കൂട്ടം ഓരോന്നും നമുക്ക് പരിശോധിക്കാം. എ, മയിൽ മൈനയാണ്. ഈ മയിലും മൈനയും ദേശാടന പക്ഷികളാണോ? അല്ല, നമ്മുടെ നാട്ടിൽ തന്നെ
കാണാറുള്ള പക്ഷികളാണ്. അപ്പോൾ ഓപ്ഷൻ എ രണ്ടും നമുക്ക് ദേശാടന പക്ഷിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ തെറ്റിട്ടു. അടുത്തത് വേഴാമ്പൽ. വേഴാമ്പൽ നമ്മുടെ ഔദ്യോഗിക പക്ഷിയാണ് കേരളത്തിന്റെ, അല്ലേ? അപ്പോ ദേശാടന പക്ഷി അല്ലല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പക്ഷി ആയതുകൊണ്ടാണല്ലോ നമ്മുടെ ഔദ്യോഗിക പക്ഷിയായി വേഴാമ്പലിനെ തിരഞ്ഞെടുത്തത്. അപ്പൊ അത് ദേശാടന പക്ഷിയല്ല. എന്നാൽ കാവി ദേശാടന പക്ഷിയാണ്, നമുക്ക് പഠിക്കാനുണ്ട്. ആ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽ കാവി എന്നുള്ളത് ദേശാടന പക്ഷിയായി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും ദേശാടന പക്ഷിയായിരിക്കണം. വേഴാമ്പൽ ദേശാടന പക്ഷി അല്ലാത്തത് കൊണ്ട് ഈ ജോഡിയും നമുക്ക് ഉത്തരമായി തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. സി മഞ്ഞക്കിളി നാഗമോഹനാണ്. മഞ്ഞക്കിളി നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട കാര്യമാണ്, പക്ഷിയാണ്. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പക്ഷിയാണ് എങ്കിൽ പോലും മഞ്ഞക്കിളി എന്തല്ല, നമ്മുടെ നാട്ടിലെ പക്ഷിയല്ല, ദൂരദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വിരുന്നു വരുന്ന പക്ഷിയാണ്. മഞ്ഞക്കിളി ദേശാടന പക്ഷിയിൽ പെടുന്നതാണ്. അപ്പൊ മഞ്ഞക്കിളി ദേശാടന പക്ഷിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞ കറുപ്പനുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത്, അത് ദേശാടന പക്ഷിയല്ല. അപ്പൊ മഞ്ഞക്കിളി ദേശാടന പക്ഷിയാണ്, മഞ്ഞക്കറുപ്പൻ ദേശാടന പക്ഷിയല്ല. രണ്ടാമതായി മഞ്ഞക്കിളിയോടൊപ്പം ഉള്ളതാരാണ്? നാഗമോഹനാണ്. നല്ല മനോഹരമായിട്ടുള്ള പക്ഷിയാണ്, ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നാഗമോഹനും ദേശാടന പക്ഷിയാണ്. അപ്പൊ രണ്ടുപേരും ദേശാടന പക്ഷി ആയി വന്നതുകൊണ്ട് നമുക്ക് സി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. എങ്കിലും ഡി എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. ആർട്ടിക് ടേൺ ദേശാടന പക്ഷിയാണ്. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ ശരിയാണ്, കാവി ശരിയായിരുന്നു. പക്ഷേ ആർട്ടിക് ടേണിന്റെ കൂടെ വന്ന മാടപ്രാവ് ദേശാടന പക്ഷിയാണോ? അല്ല. അപ്പൊ ഈ ജോഡിയും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. മഞ്ഞക്കിളി, നാഗമോഹൻ എന്നീ പക്ഷികൾ വരുന്ന ജോഡിയാണ് ദേശാടന പക്ഷികൾ മാത്രം ഉൾപ്പെടുന്ന ജോഡി. അടുത്ത ചോദ്യം, കീടനാശിനികൾ പക്ഷികളെ എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത്? നമ്മുടെ മുൻപൊരു ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കീടനാശിനികൾ നമ്മുടെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഈ രാസ കീടനാശിനികളുണ്ട്. അത് എങ്ങനെയാണ് പക്ഷികളെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നോക്കാം. 4 ഓപ്ഷനുകളുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത്. എ പക്ഷികൾക്ക് കീടനാശിനിയുടെ മണം ഇഷ്ടമല്ലാത്തത് കൊണ്ട്. ബി വിഷാംശം കലർന്ന ആഹാരം കഴിക്കുന്നത് പക്ഷികളുടെ മരണത്തിനും മുട്ടകളുടെ തോട് ബലമില്ലാതാകാനും കാരണമാകുന്നു. സി കീടനാശിനികൾ പക്ഷികളുടെ തൂവലുകൾ കൊഴിക്കുന്നു. ഡി കീടനാശിനികൾ അടിക്കുമ്പോൾ പക്ഷികൾക്ക് വഴിതെറ്റുന്നു. ഇതിൽ ഏതാണ് പക്ഷികളെ ദോഷകരമായ കീടനാശിനി? ഏത് രീതിയിലായിരിക്കും? കൃത്യമായ ഉത്തരം ഏതാണ്? പക്ഷികൾക്ക് കീടനാശിനിയുടെ മണം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ പക്ഷികളെ ദോഷകരമായി ബാധിക്കുന്നത്? അല്ല, അതല്ല. വിഷാംശം കലർന്ന ഭക്ഷണം നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഈ നെൽവയലാണെന്നിരിക്കാം, അവിടെ ഈ പ്രാണികൾ ചാഴിയൊക്കെ നെല്ല് നശിപ്പിക്കും. അതിനെ നശിപ്പിക്കാനായിട്ട് ഇതിലൊക്കെ കീടനാശിനികൾ അടിക്കും. ഈ കീടനാശിനി അടിച്ച നെല്ല് കഴിക്കുമ്പോൾ ഈ അവിടെയുള്ള ഈ കീടങ്ങളൊക്കെ നശിച്ചു പോകും, പ്രാണികളൊക്കെ നശിച്ചു പോകും. പക്ഷെ ഈ നെല്ല് കഴിക്കാനായി തത്ത വരുന്നു, തത്ത നെൽക്കതിർ നല്ലതുപോലെ ഭക്ഷിക്കുന്നു. അപ്പൊ ഈ നെല്ലിന് മുകളിലുള്ള കീടനാശിനിയൊക്കെ തത്തയുടെ ശരീരത്തിലെത്തുന്നു, വിഷം കലർന്ന ആഹാരം കഴിക്കുന്നു, തത്ത ചത്തുപോകാൻ കാരണമാകുന്നു. അങ്ങനെ പക്ഷികൾക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ പക്ഷികളുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. ഇനി അത്തരത്തിൽ പക്ഷി ചത്തില്ല, അതിന് പകരം എന്ത് ആവുന്നു? ഈ കീടനാശിനികൾ, രാസവസ്തുക്കൾ പക്ഷിയുടെ ശരീരത്തിലുണ്ടാകും. പക്ഷി പിന്നീട് ഇടുന്ന മുട്ടകളുടെ തോടിന് ബലമില്ലാതാകും. അപ്പൊ തോടിന് ഉറപ്പില്ലാതാകുമ്പോൾ ഈ മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ടകൾ വേഗം തന്നെ പൊട്ടിപ്പോവുകയും ആ പക്ഷി കുഞ്ഞ്, ആ മുട്ടയിലുള്ള കുഞ്ഞ് ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ കീടനാശിനികൾ എങ്ങനെയൊക്കെയാണ് പക്ഷികളെ ദോഷകരമായി ബാധിക്കുന്നത്? ഒന്ന്, ആ വിഷം ഉള്ളിച്ചെന്നിട്ട് മരിച്ചു പോകുന്നു. രണ്ടാമത്തത്, ആ പക്ഷിയുടെ മുട്ടകളുടെ തോടിന് ബലം കുറവായി പോകുന്നു. അത് കാരണം മുട്ട പൊട്ടുകയും കുഞ്ഞ് ജനിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷികളുടെ തൂവലുകൾ കൊഴിയുന്നതും കീടനാശിനി അടിക്കുമ്പോൾ പക്ഷികൾക്ക് വഴിതെറ്റുന്നതും ഒന്നുമല്ല കാരണം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മൾ അവിടെ ശരിയിട്ടു. രണ്ടാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ ഏതാനും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പക്ഷികളുടെ പേരും നൽകിയിട്ടുണ്ട്.
അതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി ഓസ്ട്രിച്ച്. ശരിയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷിയാണ്. നമുക്കവിടെ ശരിയിടാം. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. നമ്മൾ തേൻകുരുവി എന്നൊക്കെ പറയുന്ന ഹമ്മിങ് ബേർഡ്. ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ബി ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന പക്ഷിയാണ് ഏറ്റവും ചെറിയ പക്ഷി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഗ്രിഫൻ കഴുകൻ. ശരിയാണോ? ശരിയാണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? മുഴുവൻ പേര് റുപ്പൽസ് ഗ്രിഫൻ കഴുകൻ എന്നാണ്. ഇംഗ്ലീഷിൽ റുപ്പൽസ് ഗ്രിഫൻ വൾച്ചർ എന്ന് പറയാം. അപ്പൊ 3ഉം ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ശരിയായ ജോഡികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 8ാമത്തെ ചോദ്യം, തേൻകുരുവിയുടെ അതായത് ഹമ്മിങ് ബേർഡ് പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? തേൻകുരുവിയുടെ കുറെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ പറയുന്നതിൽ ഏതാണ് ശരി? തേൻകുരുവിയുടെ ഹമ്മിങ് ബേർഡ് ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയാണ്. ഹമ്മിങ് ബേർഡ് ആണോ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. പുറകോട്ട് പറക്കാൻ കഴിയുന്ന ഏക പക്ഷിയാണിത്. ഹമ്മിങ് ബേർഡിന് എന്ത് പ്രത്യേകതയുണ്ട്? വായുവിൽ ചിറകടിച്ചിട്ട് ഒരു നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അനങ്ങാതെ നിന്നിട്ട് തേൻ കുടിക്കാൻ പറ്റും. അത് കൂടാതെ പുറകിലേക്ക് പറക്കാനും സാധിക്കും. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. മരപ്പൊത്ത് തുരന്ന് ആഹാരം കണ്ടെത്തുന്ന പക്ഷിയാണ്. ഈ ഹമ്മിങ് ബേർഡിന്റെ കൊക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? നീണ്ട് കുഴല് പോലെയുള്ള മെലിഞ്ഞ കൊക്കുകളാണ്. അത് ഉപയോഗിച്ചിട്ട് മരപ്പൊത്തൊക്കെ തുരക്കാൻ സാധിക്കുമോ? ഇല്ല. അത് നമുക്ക് മരം കൊത്തിയുടേത് പറയാം. അപ്പൊ ഇത് തെറ്റാണ്. രാത്രിയിൽ മാത്രം കാണപ്പെടുന്ന പക്ഷിയാണിത്. അതും തെറ്റാണ്. ഏതാണ് ശരിയുത്തരം? പുറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ശരിയിട്ടു. 9ാമത്തെ ചോദ്യം, ഒട്ടകപ്പക്ഷിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒട്ടകപ്പക്ഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഓസ്ട്രിച്ച്. നമുക്ക് നോക്കാം. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ കഴിയുമോ? ഇല്ല. അവയ്ക്ക് നല്ല ഭാരമുണ്ട്. അതിന്റെ ചിറകുകൾക്ക് ആ ഭാരം ഉയർത്താനുള്ള അത്രയും ശക്തിയില്ല. ബലം കുറഞ്ഞ ചിറകുകളാണ് അല്ലെ? അപ്പൊ ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ശരിയായ പ്രത്യേകതയാണ്, പ്രസ്താവനയാണ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ് ആണ് ഓസ്ട്രിച്ച്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ശരിയാണോ? ശരിയാണ്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ശരിയായ പ്രസ്താവന. ശത്രുക്കളെ നേരിടാൻ ഇവയ്ക്ക് ശക്തമായ കാലുകളുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും അവയെ ആക്രമിക്കാനൊക്കെ ശക്തമായ കാലുകളുണ്ട്. നല്ല രീതിയിൽ കൊത്താനും ഈ പക്ഷികൾക്ക് അറിയാം അല്ലെ? അപ്പൊ ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ പഠിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ പക്ഷികളെ പറ്റി നമുക്ക് എക്സ്ട്രാ ചോദ്യം GK-യിൽ വരാനുണ്ട്. അതുകൊണ്ട് മാത്രം എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ. പക്ഷികളുടെ കാഴ്ച ശക്തിയെയും തലയുടെ ചലനത്തെയും കുറിച്ചുള്ള താഴെ പറയുന്ന വസ്തുതകൾ ശ്രദ്ധിക്കുക. ഇവയിൽ ശരിയായവയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മിക്ക പക്ഷികൾക്കും അവയുടെ കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അധികം അറിയാത്തൊരു കാര്യമാണ്. മിക്ക പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവയുടെ കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യണം? ചുറ്റും കാണണമെങ്കിൽ തല ഇങ്ങനെ ഇടയ്ക്കിടെ വേഗത്തിൽ തിരിക്കണം. പക്ഷികൾ ഇങ്ങനെ തല വെട്ടിച്ച് തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിച്ചിട്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവ തല തിരിച്ചിട്ടാണ് ഇത്തരത്തിൽ കാഴ്ചകൾ കാണുന്നത്. മൂങ്ങയ്ക്ക് തല ഏതാണ്ട് പൂർണ്ണമായും പുറകോട്ട് തിരിക്കാൻ സാധിക്കും. നമ്മൾ മൂങ്ങയെ പറ്റി പഠിച്ച കാര്യമാണ് അല്ലെ? മൂങ്ങയ്ക്ക് ഏതാണ്ട് തല പൂർണ്ണമായും തിരിക്കാൻ സാധിക്കും. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ എല്ലാം ശരിയാണല്ലോ. 1, 2, 3 എല്ലാം ശരിയാണ് എന്നുള്ള പ്രസ്താവനയാണ് നമ്മൾ ഉത്തരമായി തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.